ഹായ് ഗായ്സ്, വെൽക്കം ടു ദ ന്യൂ വ്ളോഗ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആദ്യം എക്സിബിഷൻ്റെ ഡേറ്റ് പറയാം. November 30th December 1st റാഡിസൺ ബ്ലൂ കൊച്ചിയിൽ 12th ഫ്ലോർ കേട്ടോ. 12th ഫ്ലോറിലാണ്. മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ്. എല്ലാരും ഏത് മെട്രോ സ്റ്റേഷൻ ചോദിച്ചോണ്ട് എളംകുളം മെട്രോ സ്റ്റേഷൻ ആണ്. അപ്പൊ റാഡിസൺ ബ്ലൂ ഹോട്ടൽ തൊട്ടടുത്താണ് എളംകുളം മെട്രോ സ്റ്റേഷൻ. അപ്പോൾ November 30 December 1 ആണ് എക്സിബിഷൻ. രാവിലെ 11 മണി തുടങ്ങി രാത്രി 9 മണി വരെ ഉണ്ട്. പക്ഷെ അതിനു മുമ്പേ ഞങ്ങളുടെ വീട്ടിലത് ഒരു മിനി എക്സിബിഷൻ ആണ്. അതാണ് എക്സൈറ്റ്മെന്റ്. റോട്ടറി സാധനങ്ങൾ വെച്ച് വിൽക്കുന്ന അതുപോലെയുള്ള മാലയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെ, അത് മാത്രമല്ല അതെ, ഇത് നമ്മുടെ ബാങ്കോക്ക് ഫാഷൻ ചൈനയിലുള്ള ഓർണമെന്റ്സ് എല്ലാം സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. സോ നമുക്ക് ഇന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ഒരു സാമ്പിൾ അല്ല എന്തൊക്കെയായിരിക്കും. അതെ, ഇതിന്റെ കാട്ടി ഒരു വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് തൃശ്ശൂർ പൂരം, ഇവിടെ സാമ്പിൾ വെടിക്കും. അതെ, നമുക്ക് ഏറ്റവും അത്യാവശ്യം പറയാനുള്ളത് ഇത്തവണ ഏകദേശം ബ്രാൻഡ്സിന്റെ എണ്ണം കൂടുതലാണ്. പക്ഷെ നമ്മുടെ ഷോപ്പിലുള്ള ബ്രാൻഡ്സ് വളരെ കുറവാണ്. എല്ലാം ഒരുവിധം 90% എല്ലാം കുറെ പുതിയ ബ്രാൻഡ്സ് ഉണ്ട്. കാലിക്കറ്റ് വരെ ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട് കാലിക്കറ്റ്. സോ ആൾക്കാർക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതുവരെ വന്ന പോലത്തെ പ്രൊഡക്ട്സ് ആയിരിക്കില്ല. കാലിക്കറ്റ്, ട്രിവാൻഡ്രം, തൃശ്ശൂർ, കോട്ടയം, കേരളം മൊത്തം ഉണ്ട്. കേരളം മൊത്തം റാഡിസൺ ബ്ലൂവിൽ കാണും. അതെ, അപ്പോൾ നമ്മൾ ആക്ച്വലി തലേ ദിവസമാണ് സാധാരണ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ അവരുടെ സാമ്പിൾ പ്രൊഡക്ട്സ് അയച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് കാണാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഈ സൽവാർ ഇട്ട പോലെ ഉണ്ടോ? ഇത് ഇട്ടിട്ടില്ല, ഞാൻ മേത്ത് വെച്ചിട്ടേ ഉള്ളൂ. പ്രിറ്റി പ്ലേസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവരുടെ സൽവാറാണ് മമ്മി ഒരു തവണ ഇട്ടിട്ട് ഓർമ്മയുണ്ട്. അത് ഇടുന്നതായിരിക്കും. ദില്ലുവിന്റെ ബർത്ത്ഡേക്ക് മമ്മി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല നമ്മുടെ മിക്ക എക്സിബിഷൻസിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട് പ്രിറ്റി പ്ലേസ്. സോ അവരുടെ നല്ല കുറച്ച് എന്താ പറയാ സിൽക്കി ഫാബ്രിക് ആയിട്ടുള്ള ഒരു സൽവാറുണ്ട്. കുറെ കളക്ഷൻസ് ഉണ്ട് അവർക്ക്. നമ്മൾ എല്ലാവരുടെയും രണ്ടെണ്ണം വെച്ചേ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അത്രയും ടൈം എടുക്കും. പിന്നെന്താ ഇങ്ങനത്തെ ഇത് അൺസ്റ്റിച്ച്ഡ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെന്റ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ നല്ല പാറ്റേൺസും ഡിസൈൻ വെയർസും പ്രിറ്റി പ്ലേസിന് എക്സിബിഷന് കാണും. ഓക്കെ, നെക്സ്റ്റ് വോൾട്ടൻസ് ബുട്ടീക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. അവരുടെ സമ്മർ വെയർ കളക്ഷൻസ് ആണ് കൂടുതലും. ലൈറ്റ് വെയ്റ്റ് കഫ്താൻസ് ഉണ്ട്, കുർത്തീസ് ഉണ്ട്, ഷർട്ട്സ്, മെൻ ഷർട്ട്സ് ഉണ്ട്. ദില്ലുവിനും ഡാഡിക്കൊക്കെ വോൾട്ടൻസിന്റെ ഷർട്ട് ഉണ്ട് അല്ലേ? ഇത് ദില്ലു ഇടുന്ന വോൾട്ടൻസിന്റെ ഷർട്ട്. കാരണം ഞാൻ മെയിൻ ആയിട്ട് ചുരുങ്ങത്തില്ല. നമ്മൾ വാങ്ങി എങ്ങനെ ഇരിക്കും. ബാക്കിയുള്ള ചില ഷർട്ടൊക്കെ ചുരുങ്ങി ഒരു സൈസ് എക്സൽ ആണെങ്കിൽ എല്ലാം ഇപ്പോ. ഇത് അങ്ങനെ ഒരു വിഷയം ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ ബാങ്കോക്ക് റിപ്പോർട്ട് ഇടുന്നതാണ്. ഒരു 3 years ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതെ, മിക്ക നമ്മൾ റേച്ചൽ മാണിക്കൊക്കെ വോൾട്ടൻസിന്റെ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ വോൾട്ടൻസിന്റെ ഷർട്ട് ഉണ്ട്, അവരുടെ തന്നെ കഫ്താൻസും ഉണ്ട്, കുർത്തീസും ഉണ്ട്. ഇതെന്താ, ഇത് സാരി അല്ല, ഇതിപ്പോ ഇന്ദിരാഗാന്ധിയായി സാരി പോലെ ഉടുത്തു ഞാൻ. ശരിക്കും കാണിക്കാലോ. ഇതാണ് പില്ലോ കവർ, ഇതാണ് ബെഡ്ഷീറ്റ് കേട്ടോ. ഇത് ബെഡ് സ്പ്രെഡ് ആണ്. ഏർതി സ്പേസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അവർക്ക് 25% up to 25% ഓഫർ ഉണ്ട് എക്സിബിഷന്. ഇവരുടെ പ്രോഡക്ട്സ് ഞാൻ ഓബ്വിയസ്ലി ദേ ലുക്ക് ഗുഡ് മെറ്റീരിയൽസ് എല്ലാം ആണ്. പക്ഷെ നമ്മൾ അത് നമ്മുടെ സമ്മേഴ്സിൽ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ ബെഡ്ഷീറ്റ് ആണെങ്കിലും ക്വിൽറ്റ് ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ലിനൻ ഫാബ്രിക്കിന്റെ ബെഡ് സ്പ്രെഡ് ആണ്. അത് നല്ല ക്ലാസി, വെരി എലഗന്റ് എന്ന് പറയുന്നത് ബെഡ് സ്പ്രെഡ്സ് ഇവരുടെ ആണ്. ക്വിൽറ്റ് ഞാൻ എടുത്തില്ല, ഞാൻ ഇത് ബെഡ് സ്പ്രെഡ് കാണിച്ചു. ക്വിൽറ്റ് ഉണ്ട്, ക്വിൽറ്റ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 ക്വിൽറ്റ് ഉണ്ടല്ലോ അവരുടെ അഗതി സ്പേസിൽ. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഡീകോറിൽ ടർക്കിഷ് പ്രിന്റ്സ് ഉള്ള പ്ലേറ്റ്സ്, ടർക്കിഷ് കേട്ടോ പ്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ അവരുടെ മറ്റേ ഇത് ചായയുടെ 6 വരുന്ന സെറ്റ്, അത് ഭയങ്കര ഹിറ്റ് ആണ്. അതെ, അതുണ്ട്. പിന്നെ മഗ് ഉണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ OH ഫ്ലീ മാർക്കറ്റിൽ വന്ന് കാണുക. നിങ്ങൾക്ക് 25% വരെയുള്ള ഓഫറും കിട്ടും. അടുത്തത് ക്രിസ്മസ് കുട്ടികൾക്കൊന്നും ഇല്ലാന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. കുട്ടികൾക്ക് മാത്രമേ നമ്മുടെ എക്സിബിഷന് ഇഷ്ടം പോലെ സാധനങ്ങളുള്ളൂ. ക്രിസ്മസ് ഫാദറിന്റെ അടുത്ത് പോയാൽ കുട്ടികൾക്ക് കുറെ ഗിഫ്റ്റ് കിട്ടും കിട്ടും. പക്ഷെ ക്രിസ്മസ് ഫാദറിന് ഇതുവരെ കാസ്റ്റിംഗ് ആയിട്ടില്ല. കാസ്റ്റിംഗ് കോളേജ് വിടണം. ജെഫ്രിന് കുറച്ച് പരിപാടി ഉണ്ടെന്ന്. ജെഫ്രിനെ കാണാൻ കുറച്ച് പേര് വരും. അത് ജെഫ്രിൻ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്, അത് പോയി ഇടണം.
അപ്പൊ പപ്പാനിയായിട്ട് വേറെ ആളെ ചതിച്ചാ ജെഫറിന് ഞാൻ കാണട്ടെ, ഇത് കട്ട് ചെയ്തിട്ട് വിളിക്കുന്നുണ്ട്. സോ ക്രിസ്മസിന് കുട്ടികൾക്ക് നമ്മുടെ എക്സിബിഷന് ലിറ്റിൽ ബോക്സ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഇഷ്ടംപോലെ നല്ല സാധനങ്ങളുണ്ട്. റബ്ബറും കട്ടറും ഇറങ്ങിയിട്ടുണ്ട്. റബ്ബർ, ഇറേസർ, ദില്ലു പറയുന്ന ഇറേസർ ഉണ്ട്. അങ്ങനെ പല പല ഷേപ്പിൽ. കട്ടർ അല്ല, കട്ടർ എന്നൊക്കെ ഞാൻ പഠിക്കും. കട്ടർ, ജനറേഷൻ ഗ്യാപ്പ് നമ്മുടെ. പിന്നെ കട്ടർ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. കട്ടർ എവിടെ ചേച്ചി? പപ്പാനിയുടെ കട്ടർ. പപ്പാനിയുടെ ഇത് റേസറാ, പക്ഷെ പപ്പാനിയുടെ കട്ടറും കാണും കേട്ടോ. പിന്നെ ബുക്സ് ഇങ്ങനത്തെ നല്ല ബുക്ക് അല്ലേ. ഇത് ആക്ച്വലി ഒരു ക്രിസ്മസ് ഹാമ്പർ പോലെ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും പറ്റും. സ്കെച്ച് പെൻസ് നല്ലല്ലേ, സ്കെച്ച് പെൻ. അവർ സീസണൽ ആയിട്ട് പ്രൊഡക്ട്സ് മാറ്റുന്നുണ്ട്. എല്ലാം ക്രിസ്മസ് റിലേറ്റഡ്. ക്രിസ്മസ് ഹാമ്പർ ആയിട്ട് കൊടുക്കാം ഗിഫ്റ്റ് ആയിട്ട്. ഇത് കണ്ട കയ്യിലിടുന്ന ബാൻഡ്. അപ്പൊ ലിറ്റിൽ ബോക്സിന്റെ സ്റ്റാളിൽ പോയാൽ നിങ്ങൾക്ക് കുട്ടികളുടെ എല്ലാ സാധനങ്ങളും, ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ബാഗും എല്ലാം കിട്ടും. നെക്സ്റ്റ് ജൂട്ടിക്സ് എന്ന് പറയുന്ന ജൂത്തീസിന്റെ ബ്രാൻഡാണ്. അവർക്ക് ബാഗ്സ് ഉണ്ട്, ജൂത്തീസ് ഉണ്ട്, സാൻഡൽസ് ഉണ്ട്. നല്ല ഇതിപ്പോ ഞാൻ രണ്ടെണ്ണമായിട്ട് കാണിക്കുന്നുള്ളൂ. കുറേ ഇഷ്ടംപോലെ നല്ല കളർഫുൾ ഷൂസ് ഉണ്ട് അവർക്ക്. ഇങ്ങനെ വർക്കൊക്കെ സ്നീക്കേഴ്സ്. സോ ഇങ്ങനത്തെ കുറെ കളർഫുൾ ജൂത്തീസ് ഉണ്ട്. കൂടാതെ ഈ ബാഗ് അനുവിനുണ്ട് കേട്ടോ. ഈ ബാഗ് ഇങ്ങനത്തെ നല്ല എന്താ പറയാ, ഹാൻഡ്ലൂമിന്റെ ഈ ഒരു ഫാബ്രിക്കിന്റെ നല്ല നല്ല ഭംഗിയുള്ള ഞാനൊരു തൂക്കാറില്ല എപ്പോഴും ബാഗ്. അത് മാരത്തെ ബാഗ്, അങ്ങനത്തെ ബാഗും ഉണ്ട്. അത് മാത്രമായി വേറെ ബ്രാൻഡഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല. കള്ളം കൊണ്ടുപോയ ബാഗും ആ ബ്രാൻഡിന്റെ പേരും അങ്ങനെ സ്റ്റോളൻ ക്ലച്ച് അങ്ങനെ. സോ ജൂട്ടിക്സ് എന്നാണ് ബ്രാൻഡിന്റെ പേര്. നിങ്ങൾ അവിടെ വന്ന് ജൂട്ടിക്സിൽ കയറിയിട്ട് ഇഷ്ടം പോലെ ജൂട്ടീസും ബാഗ്സും വാങ്ങാം. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ന്യൂഡ്സ് എന്ന് പറയുന്ന ജ്വല്ലറി ബ്രാൻഡാണ്. ഇവർക്ക് ഇഷ്ടം പോലെ യങ്സ്റ്റേഴ്സിന് ഇടാൻ പറ്റിയ നല്ല നല്ല മോഡേൺ, അതായത് കൊറിയൻ പാറ്റേൺസിന്റെ ജ്വല്ലറിയാണ് കൂടുതലും. ഇങ്ങനത്തെ നല്ല ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. കണ്ട, ഇങ്ങനത്തെ ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ കൊറിയൻ സ്റ്റൈലിലുള്ള ബ്രേസ്ലെറ്റ്സ് ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനത്തെ നല്ല കൊറിയൻ സ്റ്റൈലില് നല്ല ടീനേജേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ മാലകളും ഉണ്ട്. ഭയങ്കര അഫോർഡബിൾ ആണ്. പിന്നെ പ്രൊഡക്ട്സിന് നമ്മുടെ ഷോപ്പിലുള്ളതാണ്. ഇതുവരെ കംപ്ലൈന്റ്സോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വളരെ റിലയബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. അതെ. നെക്സ്റ്റ് റൂയ ഡിസൈൻസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. റൂയ അവർ നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷനും ഉണ്ടായിരുന്നു. അവർ എനിക്ക് ഈ സൽവാർ ചെയ്ത് തന്നതാണ്. അന്ന് ഓർമ്മയുണ്ട്, ഞാൻ ഒരെണ്ണം ഇട്ടത്. അതിന്റെ വേറൊരു കളർ ചെയ്ത് തന്നതാണ്. സോ ഇത് അവരുടെ കൂടുതൽ ഡിസൈനർ വെയർസ് ആണ്. അപ്പോൾ കൂടുതലും ഡിസൈനർ വെയർസ് അവിടെ കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ പറഞ്ഞാൽ അവർ ചെയ്ത് തരും. ചെയ്തതും കാണും. ഓക്കെ, റൂയ ഡിസൈൻസ് ആണ് പേര്. സോ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ എലഗന്റ് കളക്ഷൻസും കാണും. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് സാത്തിക്ക എക്കറാം. സാത്തിക്ക എന്നാണ് ബ്രാൻഡിന്റെ പേര്. സാത്തിക്കയുടെ കുറെ നല്ല ബ്യൂട്ടിഫുൾ കോട്ടണിൽ ഇങ്ങനത്തെ പല്ലുവിൽ വർക്ക് ഉള്ള ബോർഡേഴ്സ് ഉള്ള സാരീസ് ഉണ്ട്. അത് കൂടാതെ ഇതിന് മാച്ച് ചെയ്ത് നല്ല ഭംഗിയുണ്ട് അല്ലേ. ഒരു തമിഴ് സ്റ്റൈലാണല്ലോ, ഒരു തമിഴ് ലുക്ക് ഉണ്ട്, ഒരു ചെട്ടിനാട് ലുക്ക് ഉണ്ടോ അല്ലേ. അതിന്റെ കൂടെ മാച്ച് ചെയ്ത് അവര് മാല അയച്ചിട്ടുണ്ട്. ജ്വല്ലറിയും ഉണ്ട് കേട്ടോ. സാത്തിക്ക എന്നുള്ള ബ്രാൻഡാണ്. നല്ല ഭംഗിയില്ലേ. ജ്വല്ലറിയും വാങ്ങാം. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ഇങ്ങനത്തെ മാല പോലത്തെ ഒരു ജ്വല്ലറി ബ്രാൻഡാണ് കാണിക്കാൻ പോണേ. ഓക്കെ, കിയാറ ജ്വല്ലറി. കിയാറ നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷനും ഉണ്ടായിരുന്നു. കിയാറ ജ്വല്ലറി ആണ്. ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ ചോക്കറല്ലേ, ബ്യൂട്ടിഫുൾ ചോക്കർ ഉണ്ട്. ചോക്കറിന് മാച്ച് ചെയ്ത് ബ്ലാക്ക് മെറ്റൽ സിൽവർ ടൈപ്പ് ആയിരിക്കും. ഗോൾഡിനും ഉണ്ടാവും, അങ്ങനത്തെ ഓർണമെന്റ്സും ഉണ്ടാവും, കുന്തന്റെ ഒക്കെ. സോ ഇത് കുന്തൻ, ഇവിടെ കുന്തനും ഉണ്ട് കേട്ടോ.
ഇങ്ങനത്തെ ബ്ലാക്ക് മെറ്റൽ ജ്വല്ലറി ആണ്. കിയാറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്. ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ടാവും നമ്മുടെ എക്സിബിഷൻ. ഗൈസ് ഈ കാണുന്ന മാത്രമല്ല കേട്ടോ, നമുക്ക് ഏകദേശം ഞാൻ നോക്കിയപ്പോൾ ഏകദേശം എത്ര ബ്രാൻഡ് ഉണ്ട് ഇൻക്ലൂഡിങ് ആസ് 60 ഉണ്ടാവും. ഏകദേശം 60 ബ്രാൻഡ്സ് ആണ് വരുന്നത്. അതിലൊരു 95% പുതിയ ബ്രാൻഡ്സ് ആണ്. നമ്മുടെ ചൈനയിൽ നിന്നുള്ള കളക്ഷൻസ് സമയം കിട്ടുവാണെങ്കിൽ കാണിക്കാം. ബാങ്കോക്കിൽ നിന്നുള്ള പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ആൻഡ് പ്രാണയുമുണ്ട്. സോ അതൊന്നും കാണിക്കാൻ സമയമില്ല. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു 18-20 ബ്രാൻഡ് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. പക്ഷേ എക്സിബിഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 3 ഇരട്ടി കളക്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് വന്നിട്ട് സ്റ്റുഡിയോ ഗയ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഡൈഡ് ഫാബ്രിക് ആണ്, പിന്നെ ഇക്കോ പ്രിന്റഡ് ആണ്, ഫ്ലവർ പെറ്റൽസ് ഒക്കെ വെച്ചിട്ടാണ് ആക്ച്വലി അവര് നാച്ചുറൽ ഡൈയും നാച്ചുറൽ ഫൈബർ ഉപയോഗിച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതില് അവര് അവിടെ വേണമെങ്കിൽ കാണിച്ചു തരാന്നും പറഞ്ഞു. അതെങ്ങനെയാണ് അല്ലേ? എനിക്ക് നമ്മുടെ ഉള്ളതിൽ ഏറ്റവും ഒരു സസ്റ്റൈനബിൾ ബ്രാൻഡ് ആണ് ഇത്. ഇതിന്റെ സാരിയാണ് ഇത്. ഓക്കെ, ഇതിന്റെ പ്രിന്റ് ഉണ്ടല്ലോ, ഒരു ഫ്ലവർ പെറ്റൽസ് വെച്ചിട്ടാണ് അവര് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ആ കളർ വന്നിരിക്കുന്ന ആ ഫ്ലവർ പെറ്റലിൽ നിന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഫ്ലവർ പെറ്റൽസ് വെച്ചിട്ട് അവര് ഡൈ ചെയ്ത് പ്രിന്റ് ചെയ്തെടുത്തത്. ഏത് ഫ്ലവർ ആണെന്നറിയാം സാരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഏതാ? ജമന്തിയ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും മണമൊന്നും കാണില്ല പ്രിയ, അതൊക്കെ ട്രീറ്റഡ് അല്ലേ, മുല്ലപ്പൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ബ്രാൻഡ്സ്, സസ്റ്റൈനബിൾ ബ്രാൻഡ്സ് അല്ലെങ്കിൽ അത്രയും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രാൻഡ്സ് വേണമെങ്കിൽ അതും നമ്മുടെ എക്സിബിഷൻ ഉണ്ടാവുന്നതായിരിക്കും. കുട്ടികൾക്കും അതുപോലത്തെ തന്നെയുണ്ട്. അതെ, ഇത് സാരിയാണ്, നല്ല നല്ല സോഫ്റ്റ് ഫാബ്രിക്. അത് നാച്ചുറൽ ഫൈബറും ആണ്, നാച്ചുറൽ കളേഴ്സും ആണ്. ഇത് ആക്ച്വലി വീഡിയോ എടുക്കുന്നത് ടോയ് ഷോപ്പിൽ എടുക്കുന്ന പോലെ ഉണ്ട് പ്രിയ. വേദുവിന്റെ ബർത്ത്ഡേയും കൂടെ അല്ലേ, ഇനി അതിൽ എത്ര ടോയ്സ് ഇനി കൂടുതൽ വരും ഇങ്ങോട്ട്. അടുത്ത ബ്രാൻഡ് വന്നിട്ട് പീച്ചി മാമ. ഓക്കെ, ഇവർക്ക് മെറ്റേണിറ്റി വെയർസും ഉണ്ട്, അതല്ലാതെ നോർമൽ വെയർസും ഉണ്ട്. കൂടുതൽ മെറ്റേണിറ്റി വെയർസ് ആണുള്ളത്. പക്ഷേ ഇവരുടെ മെറ്റേണിറ്റി വെയർ ആണ് പറയത്തില്ല. മെറ്റേണിറ്റി കഴിഞ്ഞിട്ടും ഇടാനുള്ള ഇതുണ്ട്. കാരണം അതെ പ്രിയ മെറ്റേണിറ്റിയിൽ ഇട്ട ഡ്രസ് ഇപ്പോഴും അത് തന്നെ ഇട്ടോണ്ടിരിക്കുന്നത്. സൈസ് പറയണ്ടേ, പിന്നെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ വർക്ക് ഇങ്ങനത്തെ ഡ്രസ് പക്കയാണ്. ഇത് ആക്ച്വലി സിബും കാണും, പക്ഷെ സിബൊക്കെ കൺസീൽഡ് ആണ്. കൺസീൽഡ് സിബിംഗ് ആണ്. ഇവിടെ ഫീഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, സൈഡ് ഒക്കെ ഓപ്പൺ ചെയ്യാം. അതെ, സൈഡ് ഓപ്പൺ ആണ്. പിന്നെ അവർക്ക് വേറൊരു ഇതും കണ്ട ആരെങ്കിലും മെറ്റേണിറ്റി വെയർ ആണെന്ന് പറയൂ? ഇല്ല. ഓ, നല്ല ഗ്രാൻഡും ആയിട്ടുണ്ട്, പാർട്ടി വെയർ പോലെ ഉണ്ട് അല്ലേ? സോ ഇങ്ങനത്തെ നല്ല ക്ലാസി മെറ്റേണിറ്റി വെയറും പീച്ചി മാമയ്ക്ക് കാണും. ഓക്കെ, ഇനി നെക്സ്റ്റ് എം ജൂത്തീസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ്. അവർക്കും ഇതുമാതിരി നല്ല ഭംഗിയുള്ള സ്റ്റോൺ ഒക്കെ വെച്ച് കണ്ടോ, ഇങ്ങനത്തെ സാൻഡിൽസ്, പാർട്ടി വെയർ ടൈപ്പ് ഇങ്ങനത്തെ സാൻഡിൽസ് ഉണ്ട്. അതുമാതിരി പാർട്ടി വെയർ തന്നെ ക്ലച്ച്, നല്ല ഭംഗിയില്ലേ ക്ലച്ച്. അതിന് പൊട്ടിച്ച് കാണിച്ചാൽ നല്ല തിളക്കമായിരിക്കും, പക്ഷെ പൊട്ടിക്കണ്ട. ഫുൾ സ്റ്റോൺ വർക്ക് ആണ്, മേളത്തെ പിടിയൊക്കെ നോക്ക്. ഇത് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് കണ്ടോ, ബീഡ്സ് ഒക്കെ വെച്ചിട്ട്. ഇങ്ങനത്തെ ഏകദേശം ഇങ്ങനത്തെ ഒരു ബാഗ് ആണ് ക്യോട്ടോന്ന് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്, ഒരു കസ്റ്റമൈഡ് കോയിൻ പേഴ്സ് പോലത്തെ. ഓർമ്മയുണ്ടോ? ജപ്പാനിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ട് തുറന്നിട്ടില്ല. സഞ്ചി മാത്രമൊന്നല്ല, ഇതുപോലത്തെ ക്ലച്ച്. എവിടെ ആർക്കോ? ഇല്ല ഇല്ല, ബെറ്റടിക്കുന്നു. ഞാൻ വ്ളോഗ് എടുത്തിടും, ഞാൻ ഇപ്പൊ ഇതില് സ്ക്രീൻഷോട്ട് ഇടും. 5000. ഈ ക്ലച്ച് ആണ്, പക്ഷെ ഇങ്ങനത്തെ ഷേപ്പ് അല്ല. ക്ലച്ച് ഞാൻ പറഞ്ഞോളൂ. സഞ്ചി മാതിരിയൊന്നല്ല, അത് സഞ്ചി മാതിരി ഒരു റാ ഷേപ്പ് ഉണ്ട് ഹാൻഡില്. പ്രിയ, സഞ്ചി എന്ന് പറഞ്ഞാൽ വലുതാ, ഇത് കോയിൻ പേഴ്സ് ചെറുതാ. ഇത്രേ ഉള്ളൂ. പക്ഷെ ഐസൈഡ് സഞ്ചിയിലേക്ക് 5000 ഇപ്പൊ തന്നോ? 5000 ഇങ്ങോട്ട് തന്നോ? ഞാൻ തോറ്റില്ല, അത് ക്ലച്ച് തന്നെയാ. അത് നമുക്ക് എക്സിബിഷനിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും അതുപോലത്തെ അടിപൊളി പ്രോഡക്ട്സ് നമ്മുടെ എക്സിബിഷനുണ്ട്. അത് കൊള്ളാലോ. പ്രിയ, പിരമിഡ് എടുത്താ? അതെ, ഈജിപ്തിലെ പിരമിഡ് എന്റെ കയ്യിലായി. നല്ല ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ്. ആക്ച്വലി ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കൂടെ ഭയങ്കര മാച്ചാ. നോക്ക് ഡ്രസ്സിന്റെ കൂടെ. ശരിയാ, നല്ല കളറും കറക്റ്റ് ഹാൻഡിൽ അല്ലേ? ഇത് ഹാൻഡ് പിക്ക് ബാഗ് അല്ലേ? ഹാൻഡ് പിക്ക് ബൈ ലവ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. അതെ, ഹാൻഡ് പിക്ക് ബൈ ലവ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് ബാഗ്സും ഉണ്ട്. നിങ്ങളപ്പോ ഇവരെ കാണുമ്പോ ചോദിക്കണം എല്ലാം ഹാൻഡ് പിക്ഡ് ആണോ എന്ന് അവരുടെ അടുത്ത്. അതെ, അതുമാതിരി ചിക്കൻ കറി വർക്കിന്റെ സാരിയും ഉണ്ട്. സാരിയും ഉണ്ട് അവർക്ക്. സോ ഹാൻഡ് പിക്ഡ് ബൈ ലവ് എന്നാണ് ആ ബ്രാൻഡിന്റെ പേര്. ഇങ്ങനത്തെ നല്ല ഷേപ്പിലുള്ള ബാഗും സാരീസ് ഒക്കെ നമുക്ക് ഉടുത്ത് സ്റ്റൈലെല്ലാം നടക്കും. ഇവർക്ക് സൽവാർസ് ഉണ്ടോ? അതാണ് മെയിൻ പ്രോഡക്ട്സ്. എനിക്കൊന്ന് സൽവാർസ് ഉണ്ടാവുമായിരിക്കും, കൂടുതലും ബാഗ്സ് ആണെന്ന് തോന്നുന്നു. എല്ലാം ഈ പുതിയ ബ്രാൻഡ്സ് ആയതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയ ഇല്ല, ക്വാളിറ്റി മാത്രം നമുക്ക് അഷ്യൂർ ചെയ്യാം. അതെ,
പ്രിയക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ ഈ എക്സിബിഷന് വന്നിട്ടുണ്ട് കേട്ടാ. ഈ കൊച്ചു എസ്പെഷ്യലി ക്രിസ്മസും കൂടെ. ഞാൻ ഇത്രയൊക്കെ ട്രാവൽ ചെയ്താലും ഇപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോ ഹായ് അറിയാതെ വന്നു മനസ്സിൽ. ഹായ് കണ്ട കൊള്ളാല്ലേ? എന്താ എനിക്കൊന്ന് ക്രിസ്മസ് ട്രീയില് തൂക്കുന്ന സാധനമാണെന്ന് തോന്നുന്നു. ബൾബാണോന്നും അറിയത്തില്ല. പക്ഷെ അതിന്റെ മെറ്റീരിയൽ ഒക്കെ ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. ഈ ബ്രാൻഡിന്റെ പേര് കോട്ടൺ ടെയിൽ എന്നാണ്. ഡീകോർ ആണ് കൂടുതലും അവരുടെ. ടർക്കിഷ് ലാംപ് ഷെയ്ഡ് മാതിരിയില്ലേ അല്ലേ? എനിക്കൊന്നത് ക്രിസ്മസ് ട്രീയില് തൂക്കുന്ന, പക്ഷെ വെയിറ്റും ഉണ്ട് കേട്ടോ. ഇതെല്ലാം വെൽവെറ്റിലൊക്കെയാ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ലൈറ്റ് പോലെ എനിക്ക് തോന്നുന്നത്. ലൈറ്റ് അല്ല ജസ്റ്റ് ഹാങ്ങിങ് ആ. ശരിയാ, അതാ കണ്ടോ ക്രിസ്മസ് ട്രീയിലൊക്കെ നമുക്ക് ഡീകോർ ആയിട്ട് തൂക്കാൻ പറ്റും. സോ കോട്ടൺ ടെയിൽ എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഫുൾ ഡീകോർ ഐറ്റംസ് ആയിരിക്കും. ഇങ്ങനത്തെ ക്രിസ്മസിന് പറ്റിയ കുറെ സാധനങ്ങൾ. ലിറ്ററലി ക്രിസ്മസ് കംസ് ഏർലി ത്രൂ OHF ഫ്ലീ മാർക്കറ്റ്. എറണാകുളത്ത് മാത്രം ക്രിസ്മസ് നവംബർ 30 ആദ്യമേ തുടങ്ങി. അതെ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഓംകാര എന്ന് പറയുന്ന ജ്വല്ലറി ബ്രാൻഡാണ്. ശരിക്കും നമ്മളിപ്പോൾ അല്ല രണ്ടെണ്ണേ കാണിക്കുന്നുള്ളൂ, പക്ഷെ ഇഷ്ടം പോലെ ജ്വല്ലറി ഒക്കെ അവർക്ക് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ ഇത് രണ്ടെണ്ണം കാണിച്ചാൽ അയ്യോ ഇതേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ. സോ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഓംകാര എന്ന് പറയുന്ന ജ്വല്ലറി ബ്രാൻഡിന് ഉള്ളത്. ഇത് കൂടാതെ വേറെ കുറേ കളക്ഷൻസ് അവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയ ബ്രാൻഡ്സ് അല്ലേ? പുതിയ ബ്രാൻഡ്സ് നമ്മുടെ എക്സിബിഷന് ഫസ്റ്റ് ടൈം വരുന്നത്. അതെ, ഓംകാര എന്നാണ് ജ്വല്ലറി ബ്രാൻഡിന്റെ പേര്. ഓക്കെ, അടുത്ത ബ്രാൻഡിന്റെ പേര് ജോ ആൻഡ് ജോ എന്നാണ്. ഇവർക്ക് മെൻസ് ഷർട്ട് ഉണ്ട്, കിഡ്സ് ഷർട്ട് ഉണ്ട്, കിഡ്സിന്റെ കോട്ട് സെറ്റ്സ് ഉണ്ട്. ഇതായത് മെൻസിന്റെ ഷർട്ടാണ്. മെൻസിന്റെ കുറച്ച് അജ്രക്ക് മറ്റേ പാറ്റേൺ പോലെ. ആർക്ക്? എന്റെ അച്ഛന്റെ കാര്യമാണോ? ഡാഡി ഇപ്പൊ ഇത് വാങ്ങട്ടോ. ഡാഡി ഇത് ഇട്ട ഭയങ്കര ലുക്ക് ആയിരിക്കും കേട്ടോ, ഉറപ്പാ. നമ്മുടെ അടുത്ത ട്രിപ്പിനൊക്കെ ഇത് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറെ ലെവലായിരിക്കും. ബസ് ഒന്നും ഇല്ലാതെ അവർ ചിലപ്പോ എയർപോർട്ടിൽ നിന്ന് ഇറക്കി വിടും. ഞാൻ തന്നെ സോപ്പ് അടിക്കുന്നത്, എനിക്ക് വാങ്ങി തരല്ലോ ഞാൻ പറഞ്ഞത്. സോ ഇത് അങ്ങനത്തെ കറക്റ്റ് സൈസ് കേട്ടോ ഡാഡി. മെൻ ഷർട്ടും ഉണ്ട്, കുട്ടികളുടെ കുട്ടികളുടെ ഷർട്ടും ഉണ്ട്, കോട്ട് സെറ്റ്സും ഉണ്ട്. ജോ ആൻഡ് ജോ എന്നാണ് ബ്രാൻഡിന്റെ പേര്. സാരി പിടിക്കാൻ പോലും പറ്റുന്നില്ലേ? ഇത് കണ്ടോ എന്തൊരു ഭംഗിയാ കാണാൻ. ഇത് നവ്യത എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സാരിയാണ്. ഇത് ടസർ സിൽക്കില് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്. മെഷീൻ എംബ്രോയിഡറി ആണെന്ന് തോന്നുന്നു. ഭയങ്കര ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇത് ഉറപ്പായിട്ട് മമ്മി കണ്ടെടുക്കും. നല്ല ഭംഗിയില്ലേ? ഇത് പല്ലൂല ഇങ്ങനെ വർക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, നല്ല കളറും നല്ലായിട്ടില്ലേ? അപ്പോ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയ ടസർ സിൽക്ക് കളക്ഷൻസും ഉണ്ടാവും നവ്യതയ്ക്ക്. അത് കൂടാതെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതെ, ഒരു പാർട്ടി വെയർ ടൈപ്പ് ഒക്കെ സാരിയാണ്. ഇതും ഓർഗൻസ ഫാബ്രിക് ആയത്. ഓർഗൻസയില് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. സോ ഇങ്ങനത്തെ കളക്ഷൻസ് എക്സിബിഷൻ ഉണ്ടാവും. ഇത് എല എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഔട്ട്ഫിറ്റാണ്. ഭയങ്കര എലഗൻ്റ് ആയ ഒരു ഔട്ട്ഫിറ്റാണ്. എല എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഫ്ലവേഴ്സ് മാതിരി ഫുൾ വരും. നല്ല കളർ ഷെയ്ഡും ആണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ കുറേ കളേഴ്സും ഉണ്ട്. പിന്നെ വേറെ കുറച്ച് പാർട്ടി വെയർ ടൈപ്പ് ഓഫ് കണ്ടോ, ഈ ഫ്ലവേഴ്സൊക്കെ കണ്ടോ. കയ്യിലാണെങ്കിലും ഈ മറ്റേ പേളൊക്കെ വെച്ച് സീക്വൻസ് ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഈ കൈ മൊത്തം സ്ലിമായി വന്നിട്ട് കയ്യിൽ ആക്ച്വലി ബെൽ ബോട്ടം ഇടുന്ന പോലെ ആയിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഓപ്പൺ. അപ്പൊ ഇത്രേ കൈ കാണുള്ളൂ. ഇങ്ങനെ എന്നാലും ഇതൊന്ന് ഇട്ട് നോക്കണം, നല്ല രസമായിരിക്കും കേട്ടോ. സോ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ സൽവാസും ഉണ്ട്. പുതിയ പാറ്റേൺ ആട്ടോ ഇത്. ഒരുപാട് ബോളിവുഡ് സെലിബ്രിറ്റീസ് കണ്ടിട്ടുണ്ട് ഞാൻ. ഇവിടെ ഒരു കട്ടുള്ള ആക്ച്വലി വെസ്റ്റേൺ ഡ്രസ്സസിലും ഹോളിവുഡ് സെലിബ്രിറ്റീസ് ഇടുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. നെക്സ്റ്റ് വന്നിട്ട് ഉയർന്ന് പറയുന്ന മെറ്റേണിറ്റി വെയറിന്റെ ബ്രാൻഡാണ്. ഇവർക്കും ഇതുപോലെ നല്ല കംഫി ആയ മെറ്റേണിറ്റി വെയർസ് ഉണ്ട്. മെറ്റേണിറ്റി വെയർ ആണെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ, നമ്മുടെ എല്ലാ മെറ്റേണിറ്റി വെയർ അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ നല്ല കംഫി മെറ്റേണിറ്റി വെയർസും ഉണ്ട്, നോർമൽ സൽവാർസും ഉണ്ട്. സോ ഇങ്ങനത്തെ നല്ല നല്ല കളക്ഷൻസ് ഭയങ്കര കളർഫുൾ ആയിട്ടുണ്ടല്ലേ. ഇത് ഡ്രസ്സാ, അത് ആ സിപ്പ് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. സൈഡിലെ കട്ടിങ് ചെറു
ലോങ്സ് ആയിട്ട് കൊടുത്തത്. ശ്രദ്ധിച്ച് സൂം ചെയ്ത് അടുത്ത് വന്ന് നോക്കിയാൽ കാണാം, അല്ലെങ്കിൽ കാണാനേ പറ്റൂല. പക്ഷെ ഞാനൊക്കെ പ്രഗ്നന്റ് ആകുമ്പോ ഇങ്ങനത്തെ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്നും ഞാൻ തപ്പാത്താണോ? 10-20 വർഷം. അവന് എത്ര വയസ്സായി? അവന് എന്ത് 20 വയസ്സാണോ? അയ്യ കളിയാക്കൻ വരുന്നുണ്ട്. ഞാൻ കട്ടിട്ട് തരാം. 5000 എപ്പോ എങ്ങനെ ആര് ഏത്? ഞാൻ കേട്ടില്ല. ഇത് ഡീകോറാണ്. ബെഡ് സ്പ്രെഡും ബെഡ്ഷീറ്റ്സിന്റെ ഒരു ബ്രാൻഡാണ്. ബെത്തൽ എന്നാണ് ബ്രാൻഡിന്റെ പേര്. അവർക്കും ഇതുമാതിരി ക്രിസ്മസ് റിലേറ്റഡ് നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് വിത്ത് പില്ലോ കവർ. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ? ക്രിസ്മസിനൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള തീമാണത്. സോ അങ്ങനത്തെ കുറെ ക്രിസ്മസ് റിലേറ്റഡ് ബെഡ്ഷീറ്റ്സും ബെഡ് സ്പ്രെഡ്സും ഒക്കെ കാണും. അതുകൂടാതെ നോർമൽ ഷീറ്റ്സും ഉണ്ട് ഇവർക്ക് കേട്ടോ. നോർമലിന് ഉദ്ദേശിക്കുന്നത് ക്രിസ്മസ് അല്ലാത്തത്. പക്ഷെ ഇതേമല്ലേ, നമുക്കിപ്പോ ബെഡ്ഷീറ്റ്സിന് തന്നെ 2-3 ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ എല്ലാരും ടോട്ടലി യൂണീക്ക്. ഒന്ന് അജ്രക് രാജസ്ഥാനിലേക്കാണെങ്കിൽ, ഒന്ന് വെസ്റ്റേണിലേക്ക്, ഒന്ന് മറ്റേ ലിനന്റെ ടൈപ്പ്. അടിപൊളി. സോ ബെത്തലിനാണ് ബ്രാൻഡിന്റെ പേര്. ഇങ്ങനത്തെ ബെഡ്ഷീറ്റ്സും കാണും. നെക്സ്റ്റ് ബ്രാൻഡ് ജോആൻ ഗോൾബർട്ട് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്, എനിക്കറിയില്ല. തെറ്റാണെങ്കിൽ ഐ എം വെരി സോറി. അപ്പോൾ ഇവരുടെ കൈ കൊണ്ടുണ്ടാക്കിയ നിറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു. ഇത് കണ്ടത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ, ക്യാൻഡില്. ഇത് കത്തിച്ചിട്ട് ഇതാ നമുക്ക് ഇങ്ങനെ അകത്തിങ്ങനെ വെച്ചതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ലൈറ്റ് വരും. പക്ഷെ അതിപ്പോ ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു അത് വർക്ക് ചെയ്യാത്ത. നല്ല ഭംഗിയില്ലേ? ആൻഡ് അതുമാതിരി തന്നെ ഇവർക്ക് ടേബിൾ മാറ്റ് ഉണ്ട്. ഇതാ ചെറിയ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നിറ്റ് ചെയ്ത് പാഷൻ ഡ്രിവൺ ഓൺട്രപ്രണേഴ്സ്. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രഗ്നന്റ് ആകുമ്പോ ഉടനെ എടുക്കുന്നത്. മിക്കലും ഒന്നിലും വയസ്സാവണം, അല്ലെങ്കിൽ എന്നിട്ട് ആ ചാരി കസേരയിൽ ഇരിക്കണം, എന്നിട്ട് വയറും ഉണ്ടാവണം, എന്നിട്ട് ആ 2 കമ്പി ഉണ്ടാവണം. എനിക്കും പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ക്ഷമയില്ല ഇങ്ങനെ നിറ്റ് ചെയ്യാൻ. സോ ഇത് ഹെയർ ബാൻഡ്. ആൻഡ് ഇതുപോലത്തെ കുറെ നല്ല കളക്ഷൻസ് ജോആൻ ഗോൾബർട്ടിന്റെ സ്റ്റാളിലും കാണും. ഇവിടെ തുറക്കുമ്പോ തന്നെ നല്ല മണം വന്നിട്ടാ. വെറുതെ പേരിനുള്ള ഒരു സംഭവം അല്ല, റിയലി സെന്റഡ് എന്ന് പറഞ്ഞാൽ സെന്റഡ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവര് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പറിൽ സെലിബ്രിറ്റീസിനൊക്കെ കൊടുത്തവർക്ക് തന്നായിരുന്നു. ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. സോ ദിസ് ഇസ് സെന്റഡ് കാൻഡിൽസ് മാത്രമല്ല, എനിക്ക് മറ്റേ അൽമാരി വെക്കുന്ന സാധനങ്ങളൊക്കെ കാണും. ബ്രാൻഡിന്റെ പേര് സെന്റഡ് കാസ്കേഡ് എന്നാണ്. കണ്ടോ, ഇത് നമുക്ക് വാർഡ്രോബിലൊക്കെ വെച്ചാൽ റൂമിൽ കേറുമ്പോ തന്നെ മണം ഇങ്ങനെ അടിക്കും നമ്മുടെ മുഖത്തേക്ക്. പ്രിയയുടെ ഡ്രസ്സിലൊക്കെ വേണം. പ്രിയ അലക്കാർ പോലും ഇല്ല ഡ്രസ്സുകൾ. എന്താ പറഞ്ഞേ? എന്റെ ഡ്രസ്സ് എല്ലാ ദിവസവും ഞാൻ എന്റെ ഓരോ ഡ്രസ്സിന്റെ ഇടയിൽ ഇത് വെച്ചിട്ടല്ലേ ഞാൻ ജീവിതകാലം മുഴുവൻ വാഷ് ചെയ്യാതെ ഇട്ടോണ്ട് കിടക്കണേ. എന്റെ ആണ് ഡെയിലി വാഷിംഗ്. പ്രിയ ആഴ്ചയിൽ ഒരിക്കൽ എന്താണ് വാഷിംഗ് മെഷീനിൽ ഇടുന്നത്. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇടുന്നത് ഞാനൊന്നും പറയുന്നില്ല. അതൊരു 10 എണ്ണം തരാൻ പറയാം. അതൊരു 10 എണ്ണം വാങ്ങി വെച്ചോ കേട്ടോ പ്രിൻസ്. എന്തിനാ? അൽമാരി വെക്കാൻ. അത് കണ്ടോ, ഇതുമാതിരി ക്യാൻഡില് കത്തിക്കുമ്പോഴും ആ മണം ഫുൾ ആ റൂമിൽ വരും. സെന്റഡ് കാസ്കേഡ് എന്നാണ് ബ്രാൻഡിന്റെ പേര്. അപ്പൊ നിങ്ങൾ വാങ്ങിച്ച് കുറെ റൂമില് വാർഡ്രോബിലൊക്കെ വെച്ചോ. എസ്പെഷ്യലി ഇതുപോലത്തെ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടില്. ചുമ്മാ പറയാട്ടോ. പിന്നെ ഇതും വേണം ബെഡ്റൂമില്. എന്താ മറ്റേ അമൃതാഞ്ജന മണമൊക്കെ മാറാനായിട്ട് സെന്റഡ് ക്യാൻഡില്. അമൃതാഞ്ജൻ വിക്സ് ഒന്നുമില്ല, അമൃതാഞ്ജൻ മറ്റേ സ്പ്രേ ഉണ്ടല്ലോ, വോളിനി. അങ്ങനെ ഒരു 10 രാജ്യങ്ങളിലെ സ്പ്രേ ഉണ്ട്. തായ്ലൻഡ് തൊട്ട് ജർമ്മനിയിലെ വരെ പെയിൻ കില്ലർ സ്പ്രേസ് ഉണ്ട്. പിന്നെ എവിടെയെങ്കിലൊക്കെ പോയാ ബാക്ക് പെയിൻ, തലവേദന, എല്ലാം കാണും. അപ്പൊ അങ്ങനത്തെ പേര് വീട്ടിലുണ്ടെങ്കിൽ ഇത് 2 വാങ്ങി വെക്കുക. നെക്സ്റ്റ് ബ്രാൻഡ് ബിയോണ്ട് ബോഹോ എന്ന് പറയുന്ന ബോഹോ ടൈപ്പുള്ള ഔട്ട്ഫിറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഇത് കഫ്താൻമാരി ഷർട്ട് ഡ്രസ്സാണ്. ഇത് കഫ്താൻസും ഉണ്ട്, ഷർട്ട് ഡ്രസ്സസും ഉണ്ട്. നല്ല രസമുണ്ട്. ഇത് ആരെങ്കിലും എടുക്കും ഉറപ്പാ. നല്ല ഭംഗിയുണ്ട്. പ്ലെയിൻ ബ്ലാക്കിലെ ഫ്ലോറൽ പ്രിന്റ്സ് വരുമ്പോൾ ക്ലാസി എലഗന്റ് എല്ലാ ഒക്കേഷനും ഇടാം. വേണമെങ്കിൽ അപ് സ്റ്റൈലും ചെയ്യാം. ലൈക്ക് ഗോൾഡൻ ബെൽറ്റ് ഇടുവോ, ഷൂസ് ഇടുവോ, എന്ത് വേണമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ സ്റ്റൈൽ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഷോർട്ട് ഡ്രസ്സും കഫ്താൻസും ഉണ്ട്. വേറൊരു കഫ്താനും കൂടി ഉണ്ട് അവർക്ക്. ഇതാ ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡ് 2 കളേഴ്സ് വരുന്ന ഇതാ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ കഫ്താൻസും ഉണ്ട് അവർക്ക്. നെക്സ്റ്റ് ബ്രാൻഡിൻ്റെ പേര് ഹെർ എർത്ത് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഇവർക്ക് ഇങ്ങനെ ഇത് ടീനേജേഴ്സിന് ഇടാൻ പറ്റിയ ക്രോപ്പ് ടോപ്സ് ഉണ്ട്. ഇഷ്ടംപോലെ നല്ല ബ്യൂട്ടിഫുൾ
ക്രോപ്പ് ടോപ്സ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ട്യൂണിക്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. സോ നല്ല ഭംഗിയുള്ള ക്രോപ്പ് ടോപ്സ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ? ഇത് ആക്ച്വലി ഒരു ഹാൻകർച്ചീഫിന്റെ വെയിറ്റ് ഉള്ളല്ലോ, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് ഇല്ല, കണ്ട നല്ല സ്കേർട്ടിന്റെ കൂടെയും ജീൻസിന്റെ കൂടെ അല്ലേ. പിന്നെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഒരു കുട്ടി ടോപ്പാണ്, ബാക്കിൽ സിബ് വെച്ചിട്ട്. ഇത് ബ്ലൗസ് ആയിട്ടും ഇഫ് യു വോണ്ട് യു ക്യാൻ വെയർ വിത്ത് എ സാരി ഓർ സംതിങ്, അല്ലെങ്കിൽ ജീൻസിന്റെ കൂടെ ഇട്ടിട്ട് ഒരു ജാക്കറ്റ് മാതിരി വല്ലതും ഇടാം. സോ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ഉണ്ട് ഹെർ എർത്തിന്. നെക്സ്റ്റ് ബ്രാൻഡിന്റെ പേര് മെൽമർ കൊച്ചോ എന്നാണ്. അവർക്കും ഇതുമാതിരി ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ്സ് ഉണ്ട്. ഇതാ കണ്ടോ, സൽവാർ വിത്ത് ബോട്ടും സൽവാർ സെറ്റ്സ് ഉണ്ട്. പിന്നെ കൂടുതലും കളക്ഷൻസ് അവരുടെ സ്റ്റോളിൽ സൽവാർസും ടോപ്സും ഒക്കെ കാണും. മെൽമർ കൊച്ചോ എന്നാണ് ബ്രാൻഡിന്റെ പേര്. ഇപ്പൊ രണ്ടെണ്ണം എല്ലാ ബ്രാൻഡുകാരും അയച്ചിട്ടുള്ളൂ. അവിടെ നമ്മുടെ സ്റ്റോള് എന്ത് കളർഫുൾ ആയിരിക്കും എക്സിബിഷൻ അല്ലെ, എന്തോരം വെറൈറ്റീസ് ആയിരിക്കും. ഓൾ ദീസ് ഡ്രിവൻ, ഞാൻ പറഞ്ഞ ഒറ്റ ഒരു ഹോൾസെയിലോ അല്ലെങ്കിൽ സർപ്ലസ് വിൽക്കുന്നതോ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടില്ല. എല്ലാവരും വളരെ പാഷനറ്റ് ആയിട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ. അതെ, അതുകൊണ്ട് ഇത് മാത്രമല്ല കുറെ പേര് അയക്കാനുണ്ട്, അവരൊക്കെ നമ്മുടെ എക്സിബിഷനെ കാണത്തുള്ളൂ. ലാസ്റ്റ് മൂവ്മെന്റ് വന്നുകൊണ്ട് അന്തുന്റെ കസിൻ ഉണ്ട്, അതെ, പുള്ളി ഹാൻഡ് ഡ്രോയിങ് ചെയ്ത് റേസ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പേരാണ്. അവരുടെ സ്റ്റോളും കാണും. അതെ ഗൈസ്, അപ്പൊ ഇത് ആക്ച്വലി പ്രേമിണ്ടായിരിക്കും ഗൈസ്, ഇത് ആക്ച്വലി ലാവേരി എന്ന് പറയുന്ന ഒരു ലാവേബി. ഇത് ഭയങ്കര ഒരു യുണീക്ക് സംഭവമാണ്. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, സോ ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് ഓർ ബാഡ് ഇറ്റ് ഇസ്. പക്ഷേ ഭയങ്കര യുണീക്ക് ആയിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ കൊണ്ടുവരുവാണ്. കാരണം ഇതിൽ കണ്ട സാധാരണ ഒന്നില്ലെങ്കിൽ ഗ്രേവി അല്ലെങ്കിൽ പൊടിയായിരിക്കും, ഇത് അങ്ങനെയല്ല. ഇത് ഡ്രൈഡ് അപ്പ് ആയിട്ട് വെച്ചിരിക്കുമെന്ന് തോന്നുന്നു. ജസ്റ്റ് ആഡ് 1 kg ഫിഷ് ആൻഡ് 2 tomatoes. ഓ ബീഫും ഉണ്ടോ? ഓ ഇനി പ്രിയ ഇവിടെ പാചക റാണിയാവും. ഓ അടുപ്പിൽ വെള്ളം വെക്കുക, ഇടുക, കളക്കുക, അത്രേ ഉള്ളൂ. സോ അതിന്റെ ബീഫ് ഉണ്ട്. പിന്നെ ഇവർക്ക് മില്ലറ്റ് ദോശ, മസാല, ചിക്കനും ഉണ്ട്. സോ ബീഫ്, ചിക്കൻ, ഫിഷ്, പ്രോൺസിന്റെ ചട്നി പൗഡർ. ഓ വാ, അതെനിക്കൊന്ന് ട്രൈ ചെയ്യണം. ഇത് നമുക്ക് സെലിബ്രിറ്റി ഹാമ്പറിൽ തന്നായിരുന്നു. ആണല്ലേ? ഓക്കെ. പ്രോൺസിന്റെ ചട്നി പൗഡർ, പിന്നെ കുറെ അങ്ങനത്തെ നല്ല പ്രോഡക്ട്സും ഉണ്ട്. പക്ഷെ ഇത് എന്തായാലും നല്ല ഭയങ്കര യുണീക്ക് സംഭവമാണ്. വലിയ റേറ്റും ഇല്ല. എനിക്കൊന്നും സംഭവമായിരിക്കും കേട്ടോ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എസ്പെഷ്യലി ബീഫ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതെ, ഓക്കെ. അപ്പൊ നിങ്ങൾ എല്ലാരും വാങ്ങുക, ട്രൈ ചെയ്യുക. എന്തായാലും വെരി വെരി ഹോൾസം ഗുഡ് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്, അത് നമുക്ക് ഉറപ്പാണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രാൻഡ് നാഷ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇവർക്കും ഇതുമാതിരി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീവ്ലെസ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ട്, ഡ്രസ്സ് ഉണ്ട്, സൽവാർ ഉണ്ട്. എന്താ ഇത് വേറെ കൂടുതലും എനിക്ക് ഡ്രസ്സസ് ആണെന്ന് തോന്നുന്നു ഇവർക്കുള്ളത്. കുറച്ച് ബാങ്കോക്ക് ഫാഷൻ അല്ലേ? ശരിക്കും കസ്റ്റമേഴ്സ് ഇപ്പൊ എന്തോരം ചോയ്സ് അല്ലേ. ഇനി ആരെങ്കിലും സബ്സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് കൊടുക്കോ അല്ലെങ്കിൽ അധികം കളക്ഷൻസ് കൊടുക്കാതിരിക്കുകയോ ഒക്കെ അവർ ഔട്ട് ആവും. കംപ്ലൈന്റ് പറയില്ല, അയ്യോ ഇവിടെ ഒന്നുമില്ല, കംപ്ലൈന്റ് അല്ല. അതേ ബ്രാൻഡ്സും ഏറ്റവും നല്ല ഓപ്ഷൻസ് കൊടുത്താലേ അവർക്ക് ഇന്ന് സർവൈവ് ചെയ്യാനും പറ്റുള്ളൂ. അതെ അതെ, കസ്റ്റമേഴ്സ് ആണ് ഇതില് ശരിക്കും എന്താ പറയുന്നത്, ഗോൾ അടിക്കാൻ പോകുന്നത്. ഗോൾഡ് കോയിൻ ആർക്ക് ആർക്ക്? അത് മാത്രല്ല വേറെ കുറെ സർപ്രൈസ് ഗിഫ്റ്റ്സും ഇല്ലേ? എന്നാ പറയാം നമ്മൾ. അപ്പൊ നമ്മുടെ ഷോപ്പിൽ നിന്ന് അല്ല, നമ്മുടെ എക്സിബിഷന് ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ടോട്ടൽ ബില്ല് 7,000 ആക്കുന്നവർക്കും നമ്മുടെ OHF സ്റ്റോറിൽ, ഒരു ഹാപ്പി സ്റ്റോറിൽ ഡിസംബർ 1 തൊട്ട് ജാനുവരി 1 വരെ 7,000 rupees പർച്ചേസ് ചെയ്യുന്നവർക്കും 7,000 മുകളിലേക്ക് ചെയ്യാം. അപ്പൊ 14,000 ആണെങ്കിൽ 2 കൂപ്പൺ കിട്ടും. ഓക്കെ, സോ അങ്ങനത്തെ വർക്ക് നമ്മൾ ലക്കി ഡ്രോ വെക്കുന്നുണ്ട്. അതിന്റെ 2 വിന്നേഴ്സിന് 1,500 പൗണ്ട് വെച്ച് ഗോൾഡ് കോയിൻ കൊടുക്കുന്നതായിരിക്കും. വേണമെങ്കിൽ 1 ലക്ഷത്തിന് പർച്ചേസ് ചെയ്ത എല്ലാ കൂപ്പൺ നിങ്ങളെടുത്ത് പേര് 1 ലക്ഷം പർച്ചേസ് ചെയ്ത് ഏകദേശം ഒരു 8, 10, 12 കൂപ്പൺ, 14 കൂപ്പൺ കിട്ടും ചിലപ്പോ. എന്നിട്ട് അത് നമുക്ക് വേദമായിരിക്കും നറുക്കെടുക്കുന്നത് അല്ലേ? എന്നിട്ട് നമുക്ക് അതുപോലെ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അതെ, സർപ്രൈസ് ആയിട്ട്. അതിപ്പോ പറഞ്ഞ അവർക്ക് സർപ്രൈസ് ആവില്ലല്ലോ, വിന്നർ ആരാന്നറിയില്ലല്ലോ. ഗൈസ്, അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരു സാധനം ടേസ്റ്റ് ചെയ്യാതെ റെക്കമെൻഡ് ചെയ്യാൻ ഭയങ്കര പാട്. ഇത് ഞാൻ പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്തായിരുന്നേ, സൂപ്പർ ആയിട്ടുണ്ട്. ഇവർക്കൊക്കെ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ പെർഫെക്റ്റ് സംഭവമാണ്. ഇറ്റ് ഇസ് സ്പൈസി, ഇറ്റ് ഇസ് ഫുൾ ഓഫ് പ്രോൺസ് ഫ്ലേവർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാവേ, അടിപൊളിയാണ്. വലിയ റേറ്റും ഇല്ല, അത് കൊള്ളാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മിക്ക ബ്രാൻഡ് ഇപ്പത്തെ പിള്ളേര് നോക്കിയാണെന്ന് തോന്നുന്നു ഇവര് ഷോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. അല്ലെങ്കിൽ അമ്മമാരെ വഴക്കുറയില്ലേ, മോളെ ഷോൾ എടുത്തിട്ട് പറയണ്ട, ഇതിപ്പോ ഓൾറെഡി സ്റ്റിച്ച്ഡ് ആണ്. ഇതില് ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ എക്സിബിഷനിൽ ഇങ്ങനെ കാണുന്നത്. ഇതിനു മുമ്പ് ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല.
ഇത് ഷോൾ തന്നെയാണല്ലോ അല്ലേ? ഷോളാണോ എന്തോ. ബെൽറ്റ് എങ്ങനെയാ അവിടെ വരുന്നത്? ഓക്കെ, ഈ ബ്രാൻഡിന്റെ പേരാണ് ബിഗ് ലിറ്റിൽസ്. ഓക്കെ, ഇവർക്ക് കുറെ പാർട്ടി വെയർ ഇങ്ങനത്തെ നല്ല കളക്ഷൻസ് ഉണ്ട്. ക്രിസ്മസിനൊക്കെ ന്യൂ ഇയർ സമയത്തും ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ കുറെ നല്ല കളക്ഷൻസ് ഉണ്ട്. അത് കൂടാതെ എന്താ ഇടിവെട്ട് മീൻകറി എന്ന് പറയുന്ന പോലെ ഇടിവെട്ട് കളർ. അടിപൊളി. ഇടിവെട്ട് മീൻകറി എന്റെ ആഡാണ്, ഈസ്റ്റേണിന്റെ. നിങ്ങൾ എല്ലാരും യൂട്യൂബിൽ പോയി ചെക്ക് ചെയ്യണം കേട്ടോ. യൂട്യൂബിലൊക്കെ എക്സ്പയർ ആയി കാണും. യൂട്യൂബിൽ 25 വർഷം വീഡിയോ പ്ലേ ചെയ്യുള്ളൂ. അടുത്ത ബെറ്റടിക്കുന്ന നല്ല കളർ ഇടിവെട്ടല്ലേ. അപ്പൊ ഇങ്ങനത്തെ കളക്ഷൻസും ഉണ്ടാവും ബിഗ് ലിറ്റിൽസിൽ. ഓക്കെ, സോ ഇതൊരു സാമ്പിൾ ആയിരുന്നു. ബാക്കിയൊക്കെ നമുക്ക് എക്സിബിഷൻ ഒന്ന് കാണാം. പറ്റുമെങ്കിൽ നമ്മുടെ ബാങ്കോക്ക് ഫാഷനും നമ്മുടെ ജ്വല്ലറിയും എല്ലാം ഒന്ന് കാണിക്കണം. അത് ഞങ്ങൾ കൊണ്ടുവന്നേട്ടാ, ഞങ്ങൾ ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന കേട്ടാ. അപ്പൊ അതൊക്കെ ആയിട്ട് പറ്റുമെങ്കിൽ അടുത്ത വ്ളോഗിൽ കാണാം, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് സാറ്റർഡേ കാണാം അല്ലേ. ഇനിയും കുറെ ബ്രാൻഡ്സ് ഉണ്ട്, അവരാരും അയച്ചിട്ടില്ല. അവരെല്ലാരും അന്നത്തെ എക്സിബിഷന്റെ ഡേ ആയിരിക്കും കാണാം. ഓക്കെ, സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ആഹാ, അവിടെ ഗുഡ് ബൈ.